കുറച്ച് ക്ലേ എടുക്കുക, അത് നന്നായിട്ട് കുഴക്കുക, പരത്തുക, എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു കുപ്പി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോ. പിന്നെ റിപ്പീറ്റ് പരത്തുക, പൊക്കിയെടുക്കുക, അതിന് കുപ്പിയുടെ മുകളിലേക്ക് ഇടുക, ഫ്ലോ. ഇതുപോലെ ഒരു 5-6 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഫോളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ ആശ്രമം ഉപേക്ഷിച്ച് നമുക്ക് പകരം വേറൊരു സാധനം ഉണ്ടാക്കാം. അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് പൊട്ടിപ്പാളീസായ ആ ഒരു ഐറ്റമില്ലേ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ നല്ലൊരു ക്ലേ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ക്ലേ ആണ്. എനിക്ക് ഇഷ്ടമായില്ല ഗായ്സ്, ഒട്ടും കൊള്ളില്ല. ചെറുപ്പത്തിലൊക്കെ ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണത്, പക്ഷെ ഇപ്പൊ ഒന്നും നടക്കണില്ല. എന്തുണ്ടാക്കിയാലും കൊളാവും. അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൽ എന്തിലൊക്കെ മിസ്റ്റേക്ക് വരും. ഇനി ഇതെന്തായി തീരുമെന്ന് കണ്ടറിയാം. ഐറ്റം റെഡിയായി. ഇനി നമുക്ക് പെയിന്റിംഗ് പരിപാടിയിൽ കിടക്കാം. പെയിന്റിംഗ് പരിപാടി കഴിഞ്ഞത് ടേബിളിൽ വെച്ചപ്പോ ഇതാണ് അവസ്ഥ. ഒന്ന് കൈതട്ടി നിലത്തോട്ട് വീണു. എനിക്കുണ്ടായ സങ്കടം പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാനത് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് പെയിന്റ് അടിച്ചെടുത്തപ്പോ പഴയതുപോലെ കുട്ടപ്പനായി. ഇത് നമുക്ക് 2 രീതിക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെക്കുകയും ചെയ്യാം. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബും നന്നായിക്കണേ.